നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിജയത്തിൽ വോട്ടർമാരെ അഭിനന്ദിച്ച് മെയ് 4-ാം തീയതി വൈകുന്നേരം 5:30-ക്ക് രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന് കീഴെ ഇപ്പോൾ ഏകദേശം 22,300 മെസ്സേജുകൾ, 1,13,500 ലൈക്കുകൾ, 2,200-ൽ പരം ആളുകൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ രണ്ടിലൊരാളെ മാത്രമേ മുഖ്യമന്ത്രിയായി അംഗീകരിക്കൂ എന്ന് വോട്ടർമാർ ഒന്നടങ്കം രാഹുൽ ഗാന്ധിയോട് പറയുന്നു. കെ.സി. വേണുഗോപാലിനെ കെട്ടിയിറക്കാൻ നോക്കേണ്ട എന്നാണ് വോട്ടർമാരുടെ മുന്നറിയിപ്പ്. നിങ്ങളൊരു നല്ല നേതാവാണെങ്കിൽ വി.ഡി. സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കൂ, അതാണ് ജനഹിതം. മറ്റൊരു കൂട്ടർ പറയുന്നു പക്വതയുള്ള രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുന്നത് നല്ലതെന്ന്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന മെസ്സേജുകളിൽ ഒന്നിലും കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരില്ല. ജനം വിഡ്ഢികളല്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയും ഒക്കെ തിരിച്ചറിയുക. രാഹുൽ ഗാന്ധിയുടെ ഏറാം മൂലയായി നിൽക്കുന്ന കെ.സി. വേണുഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കെട്ടിയിറക്കാനുള്ള നീക്കങ്ങളാണ് ഡൽഹിയിൽ തിരക്കിട്ട് നടത്തുന്നത്. ഒരിക്കൽ പോലും ഒരു മന്ത്രിപദത്തിൽ ഇരുന്നിട്ടില്ലാത്ത വി.ഡി. സതീശനെ എങ്ങനെ മുഖ്യമന്ത്രിയാക്കും എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൻ്റെ പൾസ് അത് വ്യത്യസ്തമാണ്. കെ.സി. വേണുഗോപാലിനെ കെട്ടിയിറക്കാനുള്ള ഏതു നീക്കവും കോൺഗ്രസ് പ്രവർത്തകരെ രോക്ഷാകുലരാക്കും. അവർ നിരത്തിലേക്കിറങ്ങും. കോൺഗ്രസ് പാർട്ടി പൊട്ടിത്തെറിക്കുമോ എന്ന ഭീതി ഉണർത്തുന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വികാരങ്ങൾ. കെ.സിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കുക രാഹുലിനത്ര എളുപ്പമല്ല. നിർണായകമായ ചർച്ചകൾ ഡൽഹിയിൽ നടക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല പെട്ടെന്ന് ഡൽഹിയിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത്. രമേശിനെ സോണിയാഗാന്ധിക്ക് വലിയ താല്പര്യമാണ്. എന്നാൽ രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കുമൊക്കെ കെ.സി. വേണുഗോപാലിനോടാണ് കൂടുതൽ ആഭിമുഖ്യം. ചില ഉത്തരേന്ത്യൻ നേതാക്കൾക്ക് കെ.സിയെ കേരളത്തിലേക്കൊന്ന് മടക്കി അയക്കണമെന്നുണ്ട്. എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ന് ചേരുന്ന നിർണായക യോഗത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന തിരക്കിലാണ്. യോഗത്തിൽ കെ.സി. വേണുഗോപാലും പങ്കെടുക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഡൽഹി നേതാക്കൾക്കേറെ പ്രിയപ്പെട്ടവരാണ് കെ.സി. എ.ഐ.സി.സിയിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. കേരളത്തിൽ നേതാവ് ആരാകണം എന്ന കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിക്കും ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ കഴിയും, പ്രത്യേകിച്ച് വയനാട് MP എന്ന നിലയിൽ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. ഇത് മുൻകൂട്ടി കണ്ടാണ് കേരളത്തിലെ MLA-മാർ ഇപ്പോൾ കരണം മറിഞ്ഞ് ഭൂരിപക്ഷവും കെ.സിക്കൊപ്പം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി രാഹുൽ ഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്ന കെ.സി. വേണുഗോപാലിനോട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം പ്രത്യേക താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 2021 ഇനി കേരളത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം വേണ്ട എന്ന പൊതുനിലപാട്. അതോടെയാണ് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉടലെടുത്തത്. പഴയ ഐ ഗ്രൂപ്പ് ഇതിനിടയിൽ ചിന്നിച്ചിതറി. 2016-21 കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പിന്നീട് 2021 പ്രതിപക്ഷ നേതാവായി തുടർന്നില്ല. ഇതോടെയാണ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അന്ന് ഏറെ ദുർബലനായത്. 2021 അന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചിരുന്നു രമേശ് ചെന്നിത്തല. എന്നാൽ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതനുസരിച്ച് വി.ഡിയെ അന്ന് പ്രതിപക്ഷ നേതാവാക്കി. വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിൻ്റെ നോമിനിയായി പ്രതിപക്ഷ നേതാവായ ആളാണ്. എന്നാൽ പിന്നീട് വി.ഡിയും കെ.സിയും തമ്മിലകന്നു. 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിലെത്തണം എന്ന മോഹം കെ.സിയിൽ ശക്തമായിരുന്നു. അതിനുവേണ്ട അണിയറ നീക്കങ്ങളാണ് തുടർന്നുള്ള 5 വർഷങ്ങളിൽ കെ.സി. വേണുഗോപാൽ നടത്തിയത്. 2021 തൻ്റെ പല നോമിനികളെയും വിജയിപ്പിച്ചെടുക്കാൻ അന്ന് കെ.സിക്ക് കഴിഞ്ഞു. 2026 എത്തിയപ്പോൾ നിരവധി പേരെ MLA സ്ഥാനാർത്ഥി പട്ടികയിലെത്തിക്കാൻ കെ.സി. വേണുഗോപാലിന് കഴിഞ്ഞു. പിണറായി വിജയനോടുള്ള വെറുപ്പ് അമർഷം ജനങ്ങൾ അതിശക്തമായി പ്രകടിപ്പിച്ചപ്പോൾ അതൊരു UDF തരംഗമായി മാറി. ചുരുക്കത്തിൽ ചുളുവിൽ പല കെ.സി. വേണുഗോപാൽ പക്ഷക്കാരും ഇപ്പോൾ MLA-മാരുടെ പട്ടികയിലെത്തി. അവരൊക്കെ കെ.സിക്ക് വേണ്ടി കൈപൊക്കുന്നു. പഴയ എ ഗ്രൂപ്പിലെ അവശേഷിക്കുന്ന 10 MLA-മാരുടെ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമം മറുവശത്ത് തുടരുന്നു. എ ഗ്രൂപ്പിൻ്റെ കൂടി പിന്തുണ ഉറപ്പിച്ചുവെന്ന മട്ടിലാണ് കെ.സി. വേണുഗോപാലിൻ്റെ പ്രചരണം. എന്നാൽ എ ഗ്രൂപ്പ് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. എ ഗ്രൂപ്പ് MLA-മാരിൽ 8 പേരും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുമെന്നാണ് എ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന സൂചനകൾ. മറുവശത്ത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കെ.സിക്കൊപ്പം അണിനിരന്നു കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുറപ്പിക്കാൻ നേരത്തെ തന്നെ വി.ഡി. സതീശന് കഴിഞ്ഞിരുന്നു. അതാണ് സതീശൻ്റെ ഒരു കട്ടിംഗ് എഡ്ജ്. സുകുമാരൻ നായരോടും വെള്ളാപ്പള്ളിയോടും തുല്യ അകലം പാലിച്ചിരുന്ന വി.ഡി. സതീശൻ ഇടയ്ക്ക് വെള്ളാപ്പള്ളിയുമായി നേർക്കുനേർ കോർത്തു.
ഇതോടെയാണ് മുസ്ലിം ലീഗിന് വി.ഡി. സതീശൻ ഏറെ പ്രിയപ്പെട്ടവനായി മാറിയത്. മുസ്ലിം ലീഗിൽ മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പിന്തുണ വി.ഡി. സതീശൻ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. തലയെണ്ണിയാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതെങ്കിൽ തൻ്റെ കാര്യം ഭദ്രമെന്ന് കെ.സി. ഹൈക്കമാൻഡിനോട് പറഞ്ഞു. ആ വികാരമാണ് കേരളത്തിലെ പല നേതാക്കളുമായും അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ചുരുക്കത്തിൽ തലയെണ്ണി കെ.സിയെ ഹൈക്കമാൻഡ് ഉറപ്പിക്കും എന്ന തലത്തിലെത്തി നിന്നപ്പോഴാണ് പെട്ടെന്ന് രമേശ് ചെന്നിത്തലയുടെ ഡൽഹി ലാൻഡിംഗ്. എം.എൽ.എമാർ തൃശങ്കുവിലാണ്. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചില്ല എങ്കിൽ ഭാവിയിൽ കെ.സി. മുഖ്യമന്ത്രിയായി കേരളത്തിലെത്തിയാൽ അദ്ദേഹത്തിൽ നിന്നുള്ള പിന്തുണ കുറയും. ഡൽഹി ബന്ധം ഉറപ്പിക്കാൻ കെ.സിയുമായുള്ള ചങ്ങാത്തം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എം.എൽ.എമാരിൽ ബഹുഭൂരിപക്ഷവും മിണ്ടാതിരിക്കുന്നു, അഥവാ കെ.സിയോട് രഹസ്യമായി തങ്ങളുടെ പിന്തുണയുണ്ട് എന്നറിയിക്കുന്നു. എം.എൽ.എമാരുടെ പിന്തുണ മാത്രമല്ല, ഗാന്ധി കുടുംബത്തിൻ്റെ തീരുമാനമാണ് ഇവിടെ മുഖ്യം. ഗാന്ധി കുടുംബം നേരത്തെ രമേശ് ചെന്നിത്തലയോടൊരു ആഭിമുഖ്യം പുലർത്തിയിരുന്നു. എന്നാൽ പിന്നീട് രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയുമായി ചില പടലപ്പിണക്കങ്ങളും ഉടലെടുത്തു. ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന നിർണായക ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലെത്തുന്നത്. ഇവിടെയാണ് കൂടുതൽ അപകടം ഒളിഞ്ഞിരിക്കുന്നതും. ഹൈക്കമാൻഡിൻ്റെയും ഗാന്ധി കുടുംബത്തിൻ്റെയും മനസ്സിലിരിപ്പ് പൂർണ്ണമായി അറിഞ്ഞതിന് ശേഷം അത് നടപ്പിലാക്കാനുള്ള പദ്ധതിയുമായാണോ ഇനി ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലെത്തുന്നത്? അതാണ് രമേശ് ചെന്നിത്തലയ്ക്കും വി.ഡി. സതീശനുമൊക്കെ ആശങ്കയുണർത്തുന്നതും. കേരളത്തിലെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എന്ന് കെ.സി. ആവർത്തിക്കുന്നു. 63 കോൺഗ്രസ് എം.എൽ.എമാരിൽ 43 പേരുടെ പിന്തുണ ഉറപ്പെന്നാണ് കെ.സി. പക്ഷം പ്രചരിപ്പിക്കുന്നത്. മാധ്യമങ്ങൾക്കൊക്കെ ഈ കണക്കും കെ.സി. പക്ഷം നൽകുന്നു. ഷാഫി പറമ്പിൽ കെ.സി. പക്ഷത്തിനൊപ്പം നിൽക്കുന്നതാണ് ഇപ്പോൾ കെ.സിയുടെ ഏറ്റവും വലിയ കരുത്ത്. ഷാഫി പറമ്പിലിനെ ഉപയോഗിച്ച് പഴയ എ ഗ്രൂപ്പുകാരെ ഏകോപിപ്പിക്കുന്നതിലും കെ.സി. പക്ഷം ഏറെക്കുറെ വിജയിച്ചു. എം.എൽ.എമാരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നിരീക്ഷകർ നേരിട്ട് ചോദിച്ചറിയുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവിടെയാണ് വി.ഡി. പക്ഷത്തിനും രമേശ് ചെന്നിത്തല പക്ഷത്തിനുമൊക്കെ നെഞ്ചിടിപ്പ് കൂടുന്നത്. എ.ഐ.സി.സി. നിരീക്ഷകരായി കേരളത്തിലെത്തുന്നത് അജയ് മാക്കനും മുഗൾ വാസ്നിക്കുമാണ്. ഇവരൊരുമിച്ച് നേരത്തെ NSU തുടങ്ങിയ ബന്ധമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. എന്നാൽ പിന്നീട് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഡൽഹിയിൽ അധികാര സ്വാധീനമുറപ്പിച്ച കെ.സി. വേണുഗോപാലിന് ഇപ്പോൾ ഇവരെ നിയന്ത്രിക്കാനും കഴിയും. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വലിയ പ്രചരണമാണ് വി.ഡി. പക്ഷം നടത്തുന്നത്. വി.ഡിക്ക് വേണ്ടി കമൻറ്റ് ബോക്സിൽ കുത്തൊഴുക്കാണ് നമ്മൾ കാണുന്നത്. മറുവശത്ത് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗവും കമൻറ്റ് ബോക്സിലുണ്ട്. എന്നാൽ ആരും കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും തലത്തിൽ കെ.സിയെ കെട്ടിയുറക്കിയാൽ കേരളത്തിലെ കോൺഗ്രസ് പൊട്ടിത്തെറിക്കുമെന്ന് വരെ പ്രവചിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് സാക്ഷാൽ ഇരിക്കൂറിൽ കെ.സി. വേണുഗോപാൽ മത്സരിച്ചാൽ പോലും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കെ.സിയെ തോൽപ്പിക്കുമെന്ന്. സംസ്ഥാനത്തൊട്ടാകെ ഇവരെ പിന്തുണച്ചുള്ള ഫ്ലെക്സ് യുദ്ധവും മുറുകുകയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച വലിയ അഗ്നിപരീക്ഷണം. കഴിഞ്ഞ കുറേ കാലമായി ഡൽഹിയിൽ തനിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന കെ.സി. വേണുഗോപാൽ. കെ.സിക്ക് വ്യക്തിപരമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹം. ഏറ്റവും അടുത്ത രാഷ്ട്രീയ സുഹൃത്തെന്ന നിലയിൽ കെ.സിയെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്ന് രാഹുൽ കരുതുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയെയും വി.ഡി. സതീശനെയും ഒക്കെ വെട്ടിമാറ്റിയാൽ ചെറിയ കളിയിൽ പ്രശ്നങ്ങൾ തീരില്ല. നേരത്തെ രാജ്യസഭാ സ്ഥാനം 2 വർഷം ബാക്കിയുള്ളപ്പോഴാണ് കെ.സി. രാജിവെച്ച് ആലപ്പുഴയിൽ മത്സരിച്ചത്. ഇതോടെ ആ രാജ്യസഭ BJP കൊണ്ടുപോയി. വീണ്ടും 2 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന നടപടി. കെ.സി. വന്നാൽ പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാവും എന്ന് മാത്രമല്ല, ഈ 102 പേരുടെ പിന്തുണയൊന്നും അത്ര ഭദ്രമല്ല. എല്ലാം പൊട്ടിത്തെറിക്കുമെന്ന സൂചനയും പുറത്തു വരുന്നു. മറുവശത്ത് ഘടകകക്ഷികൾ ആകെ തൃശങ്കുവിലാണ്. ടീം UDF എന്നൊരു വികാരമാണ് ഇതുവരെ വി.ഡി. സതീശൻ ഉയർത്തിവിട്ടത്. രമേശ് ചെന്നിത്തലയും ടീം UDF എന്ന മുദ്രാവാക്യം മുറുകെ പിടിച്ചു. ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെ ഘടകകക്ഷി നേതാക്കൾ ആകെ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഈ വഴക്ക് ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി പടരാനിടയായി എന്നവർ തിരിച്ചറിയുന്നു. പലരും കോൺഗ്രസ് നേതാക്കളെ ഇതൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ A.K. ആന്റണി കളത്തിലിറങ്ങി. ആന്റണിക്ക് പഴയതുപോലെ കാര്യങ്ങൾ കൃത്യതയോടെ വിവരിക്കാൻ കഴിയുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹാസരൂപേണ പറയുന്നു, എങ്കിൽ പിന്നെ A.K. ആന്റണിയെ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ, ഇവർ 3 പേരും ആന്റണിക്ക് കീഴിൽ മന്ത്രിസഭയിലും ഇരിക്കട്ടെ, ഇനി കെ.സിക്ക് ഇങ്ങോട്ടൊരു മന്ത്രിയായി വരാൻ മടിയാണെങ്കിൽ ഡൽഹിയിൽ അങ്ങ് വിരാജിക്കട്ടെ. എ ഗ്രൂപ്പിന്റെ തീരുമാനം ഏറെ നിർണായകമാണ്. ഒറ്റക്കെട്ടായി തങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് എന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ പരസ്പരം പറയുന്നു. ആർക്ക് പിന്തുണ നൽകണം എന്ന കാര്യത്തിൽ അവർ ഇന്ന് തന്നെ തീരുമാനമെടുക്കും.
ചരിത്രത്തിൽ ആദ്യമായാണ് എ ഗ്രൂപ്പ് ചിത്രത്തിലില്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ മുറുകുന്നത്. ഏറ്റവും ഒടുവിൽ വി ഡി സതീശന് പിന്തുണ പ്രഖ്യാപിച്ചു പരസ്യമായി മുൻ സ്പീക്കർ എൻ ശക്തൻ രംഗത്തെത്തി. ഇന്നലെ ഹൈബീഡനും മുഹമ്മദ് ഷിയാസും ഒക്കെ ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണമാണ് വി ഡി സതീശൻ ഒരുക്കിയത്. കെ സി വേണുഗോപാലിൻ്റെ ടീമിനെ നയിക്കുന്നത് എ പി അനിൽകുമാറും മാത്യു കുഴൽനാടനും ചേർന്ന്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ടി ജെ വിനോദും ഐ സി ബാലകൃഷ്ണനും പട നയിക്കുന്നു. രമേശിന് വേണ്ടി അൻവർ സാദത്ത് ശക്തമായി കളത്തിലുണ്ട്. 100-ന് മുകളിൽ സീറ്റുകൾ നേടിയില്ല ഇക്കുറിയെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന പ്രഖ്യാപനവുമായി കളത്തിലിറങ്ങിയ വി ഡി സതീശൻ. വി ഡി ജനങ്ങളുടെ ഹൃദയം കവർന്നെങ്കിൽ അതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. എന്നാൽ മറുവശത്ത് രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റി, അദ്ദേഹം ശരിക്കും ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഡിസേർവ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട് കേരളത്തിൽ. സതീശന് ഇനിയും സമയമുണ്ടല്ലോ. രമേശിന് ഇത് ലാസ്റ്റ് ബസ്സാണ്, ഇപ്പോഴെങ്കിലും ആ മുഖ്യമന്ത്രി കസേര ഒന്ന് നൽകേണ്ടേ എന്ന് ന്യായമായും ചോദിക്കുന്ന വലിയൊരു വിഭാഗം. 2021 അന്ന് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ അവതരിപ്പിക്കുമ്പോൾ അന്ന് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമുണ്ട്, തലമുറ മാറ്റം. ആ തലമുറ മാറ്റത്തിലാണ് പിന്നീട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അടക്കമുള്ള നേതാക്കൾ ഉജ്ജ്വലമായി രംഗത്തേക്ക് വന്നത്. വി ഡി സതീശൻ ഒരു നേതാവിലേക്ക് വെറുമൊരു പരകായ പ്രവേശമല്ല നടത്തിയത്. അദ്ദേഹം തികച്ചും ഒരു ഡേറ്റ അനലിസ്റ്റ് തന്നെയാണ്. 1996 തന്റെ കന്നിപ്പോരാട്ടത്തിൽ പറവൂർ നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെട്ടിരുന്നു വി ഡി സതീശൻ. എന്നാൽ പിന്നീട് 2001 പി രാജുവിനെ തോൽപ്പിച്ചുകൊണ്ട് പറവൂർ തിരിച്ചുപിടിച്ചു. 2006, 2011, 16, 21, ഒടുവിൽ 26 പിന്നിട്ട എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയം തന്നെയാണ് വി ഡി സതീശൻ കൈവരിച്ചത്. രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അന്നു മുതൽ ചിട്ടയോടെ തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. മറുവശത്ത് പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു എങ്കിലും രമേശ് ചെന്നിത്തലയും അടങ്ങി വീട്ടിൽ കയറിയിരുന്നില്ല. സ്ഥാനങ്ങളൊന്നുമില്ല എങ്കിലും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റതിനു ശേഷം നിയമസഭയിൽ നടത്തിയ സതീശന്റെ അത്യുജ്വല പ്രസംഗം, പലപ്പോഴും പിണറായിയുമായി നേർക്കുനേർ കൊമ്പുകോർക്കുന്ന കാഴ്ചകൾ. പിന്നീട് വി ഡി സതീശന് ജനഹൃദയങ്ങളിൽ ഒരിടം കിട്ടി. ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നടത്തിയ കൃത്യതയോടെയുള്ള പ്രവചനം, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, പ്രചാരണങ്ങൾ, അതിലൊക്കെ വിജയം മാത്രമാണ് സതീശൻ കൊയ്തെടുത്തത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രൊഫഷണലിസം കൈവന്നു. ഡേറ്റ അധിഷ്ഠിത രാഷ്ട്രീയമാണ് സതീശൻ മുന്നോട്ട് വെച്ചത്. ഏതു വിഷയങ്ങളിലും അദ്ദേഹം പുലർത്തുന്ന ശാസ്ത്രീയത, നിയമവശങ്ങൾ, ചരിത്രം, ഓരോ വാർത്താ സമ്മേളനങ്ങളിലും അദ്ദേഹം രേഖകൾ ഹാജരാക്കി. മറുവശത്ത് ഈ കാലയളവിൽ രമേശ് ചെന്നിത്തല ഒരു പോരാളിയായി മാറി. ഇടതുപക്ഷ സർക്കാരിനെതിരെ നിരവധി ശബ്ദിക്കുന്ന തെളിവുകൾ അദ്ദേഹം ജനസമക്ഷം അവതരിപ്പിച്ചു. സതീശൻ എന്ന ഉജ്ജ്വല വാഗ്മി, മറുവശത്ത് രമേശ് ചെന്നിത്തല എന്ന പോരാളി, ഇവർ രണ്ടുപേരെയും കോൺഗ്രസ് പ്രവർത്തകർ ഇഷ്ടപ്പെട്ടു എന്നതാണ് വാസ്തവം. എന്നാൽ അതിലപ്പുറം ഡൽഹി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനായി മാറി കെ സി വേണുഗോപാൽ കേരളത്തിലെ ഒരുപിടി നേതാക്കളെ തനിക്ക് പാട്ടിലാക്കി. ഒരു കാലഘട്ടത്തിൽ അനൈക്യത്തിൻ്റെ നിഴലായിരുന്നു കോൺഗ്രസിനെ മൂടി നിന്നത്. എന്നാൽ പിന്നീട് ആ പാർട്ടിയെ കരളുറപ്പോടെ വി ഡി സതീശൻ ഒരുമിച്ച് ചേർത്തു. ഇവിടെ രമേശ് ചെന്നിത്തലയും ഭിന്നസ്വരമുയർത്തിയില്ല. മുന്നണി നാടകങ്ങൾക്കും സാമുദായിക സംഘടനകളുടെ നീരാളിപ്പിടുത്തത്തിനുമിടയിൽ വി ഡി സതീശൻ ഒരു പോരാളിയെപ്പോലെ നിന്നു. ഒരു വശത്ത് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും ഒക്കെ അകറ്റി നിർത്തി മുസ്ലിം സമുദായത്തിൻ്റെ പൂർണ്ണ പിന്തുണ സതീശൻ ആർജിച്ചെടുത്തു. മറുവശത്ത് സമവായത്തിൻ്റെ രാഷ്ട്രീയ രൂപമായി രമേശ് ചെന്നിത്തല നിലകൊണ്ടു. ഒടുവിൽ ജനം വി ഡി സതീശനെ നിലപാടുകളുടെ രാജകുമാരനാക്കി. ക്ലിനിക്കൽ പ്രിസിഷനുള്ള ഒരു പ്രചരണവും നീക്കവുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റേതായി നമ്മൾ കണ്ടത്. യു ഡി എഫ് മുന്നോട്ട് നീങ്ങിയപ്പോൾ സതീശൻ അവർക്കൊരു പേരിട്ടു, ടീം യു ഡി എഫ്. അതായിരുന്നു ആ വിജയമന്ത്രം. എന്നാൽ മറുവശത്ത് കേരളയിൽ വിരുദ്ധ സമരം, ലൈഫ് മിഷൻ അഴിമതി, AI ക്യാമറ വിവാദം, കെ ഫോൺ, സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങളും വിഷയങ്ങളും ഉയർത്തി അതൊക്കെ കൊടുങ്കാറ്റാക്കി മാറ്റാൻ രമേശിനും കഴിഞ്ഞു. VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ലോട്ടറി മാഫിയക്കെതിരെ നടത്തിയ തോമസ് ഐസക്കുമായുള്ള സംവാദം, അതാണ് രാഷ്ട്രീയ ഭൂപടത്തിൽ വി ഡി സതീശന് സ്വന്തം മേൽവിലാസമുണ്ടാക്കി കൊടുത്തത്. ഒരു വശത്ത് നിലപാടുകളുടെ രാജകുമാരൻ എന്ന് സതീശനെ വാഴ്ത്തുമ്പോഴും ആ നിലപാടുകളുടെ കാർക്കശ്യ സ്വഭാവമാണ് പലരെയും ഇപ്പോഴും ഭീതിയിലാഴ്ത്തുന്നത്. സതീശനിൽ എല്ലാം ഭദ്രമാകുമോ? രമേശ് ചെന്നിത്തല കൂടുതൽ സമവായത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷ ഇവിടെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തൻ്റെ ക്ലെയിം ഇതിനകം തന്നെ ചെന്നിത്തല മുന്നോട്ട് വെച്ചു. പാർട്ടിയിലും സഭയിലും താൻ സീനിയറാണ്.
MLA-മാരുടെ ഭൂരിപക്ഷം 2021 ഒരു ഘടകമായിരുന്നില്ല. ഭൂരിപക്ഷമുണ്ടായിട്ടും അന്ന് താൻ പ്രതിപക്ഷ നേതാവായില്ല. ഒരു എതിർപ്പും അന്ന് താൻ അറിയിച്ചില്ല. ഒരു കരിയില അനങ്ങുന്ന ശബ്ദം പോലും ഉണ്ടാക്കിയില്ല. 2021 ആരും തന്നെ മുഖ്യമന്ത്രിയായി പ്രൊജക്റ്റ് ചെയ്തിരുന്നില്ല. ഒരുപക്ഷെ അന്ന് കോൺഗ്രസും UDF-ഉം വിജയിച്ചിരുന്നു എങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമായിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത്. സീനിയോറിറ്റി മാനദണ്ഡമാണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. തീരുമാനം അധ്യക്ഷന് വിടാം, അല്ലെങ്കിൽ MLA-മാരുടെ എണ്ണം നോക്കി തീരുമാനിക്കാം. മോശമല്ലാത്ത MLA-മാരുടെ പിന്തുണ തനിക്ക് കിട്ടും എന്ന ആത്മവിശ്വാസം ഇപ്പോഴും ചെന്നിത്തലയ്ക്കുണ്ട്. പാർട്ടി നീതിപൂർവമായ ഒരു തീരുമാനമെടുക്കുമെന്നാണ് ചെന്നിത്തലയുടെ വിശ്വാസം. ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ഒരു തവളപത്രം ഇറക്കുന്നത് തൻ്റെ ആലോചനയിലുണ്ട്. ഭാവി കേരളത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടെ ഒരു വശത്ത് രമേശ് ചെന്നിത്തല നിൽക്കുന്നു. ജനങ്ങളുടെ മുന്നിൽ പടത്തലവനായി VD സതീശനും. അവർക്കിടയിൽ ഇനി ഒരു നൂലിൽ കെട്ടിയിറക്കി KC വേണുഗോപാലിനെ ഇവിടെ മുഖ്യമന്ത്രി കസേരയിലിരുത്തിയാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമൊക്കെ പൊട്ടിത്തെറിക്കും. അത് താങ്ങാൻ ഒരുപക്ഷെ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് കഴിയും എന്ന് തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.